ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ വാഴുന്നവനും അനധിവിദൂര ഭാവിയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരെയും ന്യായം വിധിക്കാൻ വേണ്ടി വീണ്ടും വരുന്നവനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ലോകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെട്ട കലാപങ്ങൾക്കെല്ലാം കാരണം ഖുർആൻ ആണെന്ന ഇന്ത്യൻ കോടതി വിധിയെക്കുറിച്ചും ആ വിധി പുറപ്പെടുവിച്ചത് 24 ആയത്തുകൾ കോടതി പരിശോധിച്ചതിന് ശേഷമായിരുന്നെന്നും പറഞ്ഞെങ്കിലും വീഡിയോയുടെ നീളം കൂടണ്ട എന്ന് കരുതി ഏതൊക്കെയാണ് ആ 24 ആയത്തുകൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ പലരും നേരിട്ടും അതല്ല കമന്റിലൂടെ അങ്ങനെ പല രീതിയിലായിട്ട് കോടതി പറഞ്ഞ ആ 24 ആയത്തുകൾ ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി. ആ 24 ആയത്തുകൾ ഏതാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നും ചിലർ ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ 24 ആയത്തുകളല്ല, ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പര വിദ്വേഷവും മതസ്പർദ്ധയും മാനവിക വിരുദ്ധതയും വളർത്തുന്ന 500 ആയത്തുകളിലധികം അർത്ഥമറിഞ്ഞ് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും ഖുർആനിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ കോടതി വിധിക്ക് ആധാരമായ കേസിന് കാരണം ഒരു പോസ്റ്റർ ആയിരുന്നല്ലോ. ആ പോസ്റ്ററിൽ 24 ആയത്തുകളാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ആ 24 ആയത്തുകളുടെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. അല്ലാതെ മൊത്തം ഖുർആനും വായിച്ചു നോക്കിയിട്ടല്ല ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഖുർആനിൽ ആകെ 24 ആയത്തുകൾ മാത്രമേ അന്യമത വിദ്വേഷമോ അല്ലെങ്കിൽ കൊള്ളയ്ക്കും കൊലയ്ക്കും കലാപത്തിനും മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ളൂ, ബാക്കി ആയത്തുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന് ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമുക്കിനി ജസ്റ്റിസ് സെഡ്ഡസ് ലോഹത്ത് നടത്തിയ വിധി പ്രസ്താവനയിൽ പറഞ്ഞ ആ 24 ആയത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂറ 9:5. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറ 9:5. ഇതാണ് കുപ്രസിദ്ധമായ വാളിന്റെ ആയത്ത്, ആയ ഓ സ്വാഡ് എന്നറിയപ്പെടുന്നത്. അടുത്തത് സൂറ 9:28. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. അവരുടെ അഭാവത്താൽ ദാരിദ്ര്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അല്ലാഹു അവന്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ്. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സൂറ 9:28. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയാം. മക്കയിലുള്ള ഖുറൈശികൾ ഇപ്പൊ മുഹമ്മദ് കഴുത്തിന് വാൾ വെച്ച് മതം മാറ്റിയത് കൊണ്ട് അവർ മുസ്ലിങ്ങളായി മാറി. അപ്പൊ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മക്കയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ നിന്ന് കിട്ടുന്നതാണ്. അവർക്ക് വെള്ളവും താമസ സൗകര്യവും മറ്റുമൊക്കെ ഒരുക്കുമ്പോൾ വെള്ളം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും താമസ സൗകര്യവും മറ്റുമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിന്റെ അതിനങ്ങനെ കിട്ടുന്ന ആ കൂലി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പൊ അത് ഇല്ലാതായി പോകും, ആ വരുമാനം ഇല്ലാതായി പോകും. അതവർക്ക് ഭയം വന്നു. ആ ഭയം വന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. അതുകൂടെ പറയുന്നത് ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു എന്നാണ്. ഇത് തന്നെയാണ് മുസ്ലിങ്ങൾ ഇന്ന് കാണുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളായിരിക്കുന്നവരെയൊക്കെ അശുദ്ധരായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തത് സൂറ 9:123. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആള് സത്യനിഷേധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന സത്യത്തെ അംഗീകരിക്കുന്നില്ല, അതിനെ നിഷേധിക്കുകയാണ്. മുസ്ലിം ആകാൻ തയ്യാറില്ലെങ്കിൽ അവനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അതാണ് പറയുന്നത്. യുദ്ധം എന്നൊക്കെ ഇവര് പൊലിപ്പിച്ച് പറയുന്നതാണ്. ആക്രമിക്കുക എന്നുള്ളതാണ്, കൊള്ളയടിക്കുക, കൊല്ലുക, അവനെ കൊല്ലുക, അതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം എന്നൊക്കെ തർജ്ജമക്കാർ ഇട്ടിരിക്കുന്ന ഓരോ ഉഡായിപ്പാണ്. അടുത്തത് സൂറ 4:101. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. തീർച്ചയായും സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു.
സത്യനിഷേധികൾ എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിരിക്കുന്നവര്. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് അവർ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു. ഒരു കാര്യവുമില്ലാതെ ചുമ്മാ ആ മതത്തിന്റെ അനുയായികളിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ഖുർആന്റെ അകത്ത വിഷം ഇങ്ങനെയൊക്കെയാണ് മദ്രസയിലൂടെ പിള്ളേരുള്ളിലേക്ക് വരുന്നത്. സത്യനിഷേധികളെല്ലാം നമ്മുടെ പ്രത്യക്ഷ ശത്രുക്കളാണ്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുക? കാരണം ശത്രുക്കളെ കൊല്ലാനാണ് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ അവന് പ്രശ്നമല്ല. ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നുള്ള ഉന്നതമായ കൽപ്പന അവന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അവന് ഇതൊരു വിഷയമൊന്നുമല്ല. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ശത്രുവാണെങ്കിൽ അവനെ തട്ടിക്കളയാനാ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് അതാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്, സ്വഹാബിമാർ അതാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്, ഖലീഫുമാരും അത് തന്നെയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ശത്രുക്കളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അടുത്തത് സൂറ 4:56. തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിവാനും ആകുന്നു. ഇവിടെ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മാതിരി സൈക്കോ ആണെന്നുള്ളത്. കാരണം നരകത്തിലിട്ട് കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തൊലികളൊക്കെ വെന്തു പോകും. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യാണ്? പുതിയ തൊലികൾ വെച്ചു കൊടുക്കാണ്, വേറെ തൊലികൾ വെച്ചു കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? അവര് ശിക്ഷ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. ഈ ശിക്ഷ ശരിക്കും ആസ്വദിക്കുന്ന അള്ളാഹുവാണ്. ഇത് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ്, സൈക്കോ. ആ പുള്ളിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയണം അവരിത് ആസ്വദിക്കട്ടെ, ശിക്ഷ ആസ്വദിക്കട്ടെ എന്ന്. അടുത്തത് സൂറ 9:23. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. സൂറ 9:23. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം മനസ്സിലായോ? ഒരു അമുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ മുസ്ലിമായി മാറി എന്ന് വെച്ചോ, അവന്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊന്നും മുസ്ലിങ്ങളാകുന്നില്ല. പിന്നെ ഇവരെ അവൻ രക്ഷാകർത്താക്കളായിട്ട് കരുതാൻ പാടില്ല, കാണാൻ പാടില്ല. അതല്ല, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് പിതാവോ മാതാവോ മൂത്ത ആരെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് മാറി എന്ന് വെച്ചോ, അപ്പൊ അവിടെയുള്ള മക്കള് ഈ പിതാവിനെ രക്ഷാകർത്താവായിട്ട് കരുതാൻ പാടില്ല, അവരുമായിട്ടൊരു ബന്ധവും പാടില്ല. അതാണ് പറയുന്നത് ഇവിടെ. അടുത്തത് സൂറ 9:37. വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിന്റെ വർധനവ് തന്നെയാകുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയതിന്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. സൂറ 9:37. സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കണ്ണിൽ അമുസ്ലിങ്ങളായിരിക്കുന്ന ആൾക്കാരൊന്നും നേർവഴിയിലല്ല. അവർ സത്യത നിഷേധിക്കുന്നവരാണ്, സത്യനിഷേധികളാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല, വളഞ്ഞ വഴിയിലൂടെ മാത്രമേ അവരെ നടത്തിവിടുകയുള്ളൂ. ഇതാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് അമുസ്ലിങ്ങളെ കുറിച്ച്. ഈ വേറെ അടുത്ത ആയത്ത് സൂറ 5:57. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയും വിനോദ വിഷയവുമാക്കി തീർത്തവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അല്ലാഹുവെ സൂക്ഷിക്കുവിൻ. സൂറ 5:57. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള ആ വേദക്കാരിൽ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാർ എന്ന് വെച്ചാൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ മതത്തെ കുറിച്ച് പറയുമ്പോൾ അവരോട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരത് കാര്യമാക്കുന്നില്ല, അവരത് തമാശയായിട്ട് ഒരു കോമഡി ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങ് തള്ളിക്കളയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും സുഹൃത്തുക്കളാക്കാൻ പാടില്ല. അതാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെയും സത്യനിഷേധികളെയും, ആദ്യം പറഞ്ഞത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും, സത്യനിഷേധി എന്ന് പറയുന്നത് അവരല്ലാത്ത ബാക്കി ആരും അമുസ്ലിങ്ങളായിരിക്കുന്ന ബാക്കിയുള്ള എല്ലാവരെയും ഇവരൊന്നും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അടുത്തത് സൂറ 33:61. അവർ ശാപം ബാധിച്ച നിലയിലായിരിക്കും. എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും. ഇതും അമുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരെവിടെ വെച്ച് കണ്ടാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത്. സൂറ 21:98. അടുത്തത്, തീർച്ചയായും നിങ്ങളും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിലെ ഇന്ധനമാകുന്നു. നിങ്ങൾ അതിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാണ്. ഇത് മറ്റു മതക്കാരോട് പറയുകയാണ്. അല്ലാഹു അല്ലാതെ ആരെയൊക്കെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അവരൊക്കെ നരകത്തിലെ ഇന്ധനമാകും, നിങ്ങളും നരകത്തിലെ ഇന്ധനമാകും. മനസ്സിലായോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം.
ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പറയാൻ കൊള്ളുന്ന കാര്യമാണോ ഇത്? പറയാണ് നിങ്ങളുടെ ദൈവങ്ങളും നരകത്തിലെ ഇന്ധനങ്ങളാകുന്നു എന്ന്. ആകുന്നു എന്നല്ല, ആകും, ഭാവിയിൽ നിങ്ങളാകും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവൻ കേട്ടോണ്ടിരിക്കുന്നതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? തീർച്ചയായും അവൻ പ്രതികരിക്കാതിരിക്കൊന്നുമില്ല, കലാപം ഉണ്ടാകും. മനസ്സിലായ? അടുത്തത് സൂറ 32:22. തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ അക്രമിയായി ആരുണ്ട്? തീർച്ചയായും അത്തരം കുറ്റവാളികളുടെ പേരിൽ നാം ശിക്ഷാ നടപടി എടുക്കുന്നതാണ്. സൂറ 32:22. അതായത് ഈ ദാവാക്കാരൊക്കെ ചെന്ന് ഒരുത്തനോട് ഇസ്ലാം ആകാൻ വേണ്ടി പറയുകയാണ്, അവനോട് ആവശ്യപ്പെടുകയാണ്, നീ ഇസ്ലാം ആകണം, മുസ്ലിം ആകണം എന്നൊക്കെ പറഞ്ഞ് അവനെ ഉത്ബോധിപ്പിക്കുകയാണ്. പക്ഷെ അവൻ തിരിഞ്ഞു കളയാണ്. അവൻ പറഞ്ഞ എനിക്കിതൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണെങ്കിൽ അവനെ അക്രമിയായിട്ട് കാണണം എന്നാണ് പറയുന്നത്. അവനെ ഒരു അക്രമിയായിട്ട് പരിഗണിക്കണം. അക്രമിയോട് എങ്ങനെയാണോ ഇടപെടേണ്ടത് അങ്ങനെ ഇടപെടണമെന്നാ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് സൂറ 48:20. നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ധാരാളം സമരാർജിത സ്വത്തുക്കൾ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്നാൽ ഇതെന്ന് പറയുന്നത് ഖൈബർ എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഒരു വാസസ്ഥലത്തെ ആക്രമിച്ച് അവിടെ നിന്ന് കൊള്ളയടിച്ചെടുത്ത സ്വത്താണ് ഖൈബറിന്റെ കാര്യം. അതാണ് പറയുന്നത് അവിടെ. എന്നാൽ ഇത് അവൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിരിക്കുകയാണ്. ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടയുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് അതൊരു ദൃഷ്ടാന്തമായിരിക്കുവാനും നേരായ പാതയിലേക്ക് നിങ്ങളെ അവൻ നയിക്കുവാനും വേണ്ടി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാരാളം സമരാർജിത സ്വത്തുക്കൾ, നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്നത്രയും സമരാർജിത സ്വത്തുക്കൾ. സമരാർജിതം നോക്കുന്നല്ല, കൊള്ളവസ്തുക്കൾ. പച്ച മലയാളം അതാണ്. ഈ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ ആക്രമിച്ച് കൊള്ളയടിച്ച് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ വാഗ്ദാനം തന്നിരിക്കുകയാണ്. നിങ്ങൾ വെക്കോ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ വാഗ്ദാനം നിറവേറ്റൂ. ചെന്ന് ഈ അമുസ്ലിങ്ങളുടെയൊക്കെ സ്വത്ത് നിങ്ങൾ പിടിച്ചെടുത്തോ. ഇതാ പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ ഈ ഖൈബറിലെ കാര്യം വരും, ഇത് പണ്ടേ തന്നാണ് നിങ്ങൾക്ക്, അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയെന്നേ ഉള്ളൂ. നേരത്തെ തന്നെ തന്നിരിക്കുന്നതാണ്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇത്തരം കൊള്ളയടിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ആയത്ത് ഇതാ കോടതി വിധിയിലുണ്ട്. ഖുർആനിലെ ആയത്തുകള് മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളെ കൊള്ളയടിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് ആ വിധിയിലുണ്ട്. ഇത്തരം ആയത്തുകൾ കണ്ടിട്ടാണ് കോടതി അത് പറഞ്ഞത്. അടുത്തത് സൂറ 8:69. എന്നാൽ യുദ്ധത്തിനിടയിൽ നിങ്ങൾ നേടിയെടുത്തതിൽ നിന്ന് അനുവദനീയവും ഉത്തമവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അല്ലാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതും കൊള്ളയടിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആയത്താണ്. മുസ്ലിങ്ങളെ കൊള്ളയടിക്കാൻ പ്രേരിപ്പിക്കുന്ന ആയത്ത്. അടുത്തത് സൂറ 66:9. ഓ നബി, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ സങ്കേതം നരകമാകുന്നു, എത്തിച്ചേരാനുള്ള ആ സ്ഥലം എത്രയോ ചീത്ത. സൂറ 66:9. ഇവിടെ പറയുന്നത് സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുക. സമരം ഒന്നുമല്ല, യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ കപടവിശ്വാസി എന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ചാണ് കേട്ടോ. മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകൾ മുഹമ്മദിനോടൊപ്പം ജിഹാദ് ചെയ്യാൻ പോകാതെ വീട്ടിൽ കുത്തിരിക്കുകയാണ്. അവർക്ക് കൊന്നു മതിയായി. നിരപരാധികളായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ കൊന്നു മതിയായപ്പോൾ കുറെ ആളുകൾ ഈ ജിഹാദിന് പോകുന്നത് നിർത്തി വീട്ടിൽ കുത്തിയിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ പറയുന്നത് കപടവിശ്വാസികൾ എന്ന് പറയുന്നത്. പിന്നെ സത്യനിഷേധികൾ ആരാണെന്ന് പറഞ്ഞല്ലോ. അമുസ്ലിങ്ങളായ ആളുകളെല്ലാം തന്നെ അവരുടെ കണ്ണിൽ സത്യനിഷേധികളാണ്. അപ്പൊ അങ്ങനെ അമുസ്ലിങ്ങളോടും അതുപോലെ മുസ്ലിങ്ങളിൽ തന്നെ ജിഹാദ് നടത്താൻ തയ്യാറല്ലാതെ ഇരിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവരെയൊക്കെയാണ് ഇസ്ലാം കപടവിശ്വാസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത്തരം ആൾക്കാരോട് അവരോടൊക്കെ നീ യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സൂറ 41:27. എന്നാൽ ആ സത്യനിഷേധികൾക്ക് നാം കഠിനമായ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ അതിനീചമായതിനുള്ള പ്രതിഫലം നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പൊ സത്യനിഷേധികൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ കൊടുത്ത് അവരെ ആസ്വദിപ്പിക്കും എന്നാണ് പറയുന്നത്. സൈക്കോ ആണല്ലോ അള്ളാഹു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. അടുത്തത് സൂറ 41:28. അതത്രേ അള്ളാഹുവിന്റെ ശത്രുക്കൾക്കുള്ള പ്രതിഫലമായ നരകം. അവർക്ക് അവിടെയാണ് സ്ഥിരവാസത്തിനുള്ള വസതി. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞിരുന്നതിനുള്ള പ്രതിഫലം അത്രേ അത്. അല്ലെ, ഇത് വായിക്കുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, എന്ത് ദൃഷ്ടാന്തമാണ് അള്ളാഹു കൊടുത്തത്? എന്ത് ദൃഷ്ടാന്തമാണ്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് മുഴത്തിന് പറഞ്ഞിട്ടുണ്ട്. പുട്ടിന് തേങ്ങാപ്പീര ഇടുന്ന പോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. എന്ത് ദൃഷ്ടാന്തം?
ഒരു ദൃഷ്ടാന്തവും കൊടുത്തിട്ടില്ല. ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, നീ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുള്ളതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുപോകാ എന്നും പറഞ്ഞ് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരൊറ്റ ദൃഷ്ടാന്തം കാണിക്കാൻ മുഹമ്മദിനും പറ്റിയില്ല, മലക്കിനും പറ്റിയില്ല, അള്ളാഹുവിനും പറ്റിയില്ല. എന്നിട്ട് ഇപ്പൊ പറയാണ് നാം അവർക്ക് ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു, ആ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു കളഞ്ഞു, അതിനുള്ള പ്രതിഫലമായിട്ട് എന്ത് ചെയ്യും? ഇവരെ നരകത്തിലിട്ട് പൊരിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് സൂറ 9:111. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സ്വർഗാവകാശികളാകുന്നു എന്ന് തർജ്ജമക്കാരന്റെ വക ബ്രാക്കറ്റും ഉണ്ട്. തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും തന്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്രേ അത്. അള്ളാഹുവേക്കാൾ അധികം നിന്റെ കരാർ നിറവേറ്റുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ആ ഇടപാടിൽ സന്തോഷം കൊള്ളുവിൻ, അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. അപ്പൊ അള്ളാഹുവുമായിട്ട് ഇടപാട് നടത്തിയിരിക്കുകയാണ് മുസ്ലിങ്ങൾ. എന്താണ്? അള്ളാഹു ഇവരുടെ ധനങ്ങളും ഇവരുടെ സ്വത്തുക്കളും ഇവരുടെ ദേഹങ്ങളും ഒക്കെ ചോദിക്കുകയാണ്. മുസ്ലിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ സ്വത്തും ധനവും ഒക്കെ നിങ്ങൾ അള്ളാഹുവിന് കൊടുക്ക്, പകരം അള്ളാഹു നിങ്ങൾക്ക് എന്ത് തരും? സ്വർഗം തരും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയിട്ട് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. നിങ്ങൾ പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവിശ്വാസികളെ കൊല്ലണം, അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിരിക്കുന്ന ആൾക്കാരെ കൊല്ലണം. അപ്പൊ ചിലപ്പോ നിങ്ങൾ കൊല്ലപ്പെട്ടെന്നും വരും. അങ്ങനെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യാം. ശരി, എന്തായാലും ശരി, അതിന് പകരമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വർഗം മോഹിക്കുന്ന ഒരു മുസ്ലിം, സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച് ഒക്കെ അറിയുന്ന ഒരു മുസ്ലിം വെറുതെ ഇരിക്കുമോ? അവൻ ദേഹത്ത് ബോംബൊക്കെ വെച്ച് കെട്ടിപ്പോയി പൊട്ടിത്തെറിച്ച് അമുസ്ലിങ്ങളെയും കൊല്ലും, അവനും ചാവും, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകും ഹൂറികളെ കിട്ടും എന്നുള്ള വ്യാമോഹവുമായിട്ട്. ഇനി അടുത്തത് സൂറ 9:68. കപട വിശ്വാസികൾക്കും കപട വിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് മതി. അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഈ കപട വിശ്വാസികളും കപട വിശ്വാസിനികളും എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ജിഹാദിന് പോകാതെ വീട്ടിലിരിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒക്കെ ജിഹാദിന് വിടാതിരിക്കുന്ന സ്ത്രീകളുണ്ടല്ല, ഉമ്മമാരും അതുപോലെ ഭാര്യമാരായിരിക്കുന്നവര്. നിങ്ങൾ ജിഹാദിനൊന്നും പോണ്ടാട്ടാ, നിങ്ങൾ വെറുതെ പോയിട്ട് ആൾക്കാരെ കൊല്ലുകയും വേണ്ട, കൊല്ലപ്പെടുകയും വേണ്ട, വീട്ടിൽ കുത്തിരുന്നോന്നും പറഞ്ഞിട്ട് മക്കളെ ആയാലും ഭർത്താവിനെയൊക്കെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുന്ന ആൾക്കാർ, അവരൊക്കെയാണ് കപട വിശ്വാസിനികൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയാണ് കപട വിശ്വാസികൾ, കപട വിശ്വാസിനികൾ, പിന്നെ സത്യനിഷേധികൾ, അതായത് മുസ്ലിങ്ങൾ. ഇവർക്കൊക്കെ അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ജനങ്ങളാണ് ഇവര് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ ഇവരെ ആക്രമിക്കും. അതൊക്കെയാണ് നമ്മൾ പലയിടങ്ങളിൽ കാണുന്നത്. ഇപ്പോ ഇറാഖില്, ഇറാനില്, സിറിയയില്, അഫ്ഗാനിസ്ഥാനില്, ബംഗ്ലാദേശിലൊക്കെ, അതുപോലെ പാകിസ്ഥാനിലും മറ്റു പലയിടങ്ങളിലും മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നത്. കാരണം എന്താ? ജിഹാദ് ചെയ്യാൻ പോകാതെ വീട്ടിൽ കുത്തിരിക്കുന്നവരെയൊക്കെയാണ് ബോംബ് വെച്ചും വെടിവെച്ചും ഒക്കെ കൊല്ലുന്നത്. അടുത്തത് സൂറ 8:65. നബിയെ, നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായിരുന്നാൽ 200 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് 1000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടത്രേ അത്. മുസ്ലിങ്ങളായ ആൾക്കാരെ കുറിച്ച് പറയാണ്, അവർ കാര്യം ഗ്രഹിക്കാത്ത ജനവിഭാഗമാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൊന്നുകളയാം. മുഹമ്മദ്, നീ ഈ മുസ്ലിങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, യുദ്ധത്തിന് പോകാൻ വേണ്ടി. നിങ്ങൾ 20 പേരുണ്ടെങ്കിൽ 200 പേരെ കൊല്ലാം, 100 പേരുണ്ടായിരുന്നാൽ നിങ്ങൾക്ക് 1000 പേരെ കൊല്ലാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കാര്യം ഗ്രഹിക്കാത്ത ജനവിഭാഗം യഥാർത്ഥത്തിൽ ഈ മദ്രസ പൊട്ടന്മാരാണ്. കാരണം ഇതൊക്കെ വായിച്ചും കേട്ടിട്ടൊക്കെയാണ് ഇവർ ജിഹാദ് നടത്താൻ വേണ്ടി പോകുന്നത്. അവിടെ ഇപ്പൊ സേവ് ഗാസ, സേവ് ഗാസ, ഇപ്പൊ സേവ് റാഫിയായി, സേവ് റാഫ എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിന്റെ കാരണമായി ഇതൊക്കെ കേട്ടിട്ട് ഈ മണ്ടന്മാര് വിശ്വസിച്ച് അങ്ങോട്ട് പോയതാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളായ ഇത്രയും പേരുണ്ട്, ഞങ്ങൾ പോയിട്ട് ഇതാ ഒക്ടോബർ 7 അവർ പോയി ചെയ്തല്ല, ഞങ്ങൾ പോയിട്ട് ഇതാ കാഫിറിന്റെ ഭൂമിയിലേക്ക് കയറും, അവരെ കൊല്ലും, ഞങ്ങൾ കുറച്ചു പേര് മതി, ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കുന്ന കരുതി ഞങ്ങൾ പോയതാ. ഇപ്പതേ അവിടെ കിടന്ന് കരയാണ്. മോങ്ങൽ ഇതുവരെ തീർന്നിട്ടില്ല. ഇതുപോലത്തെ വിവരക്കേടുള്ള ആയത്തുകളൊക്കെ വായിച്ച് ഊർജം കൊണ്ട് ആവേശം കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അനന്തരഫലം. മുസ്ലിങ്ങളൊന്ന് ചിന്തിച്ചോ, അള്ളാഹു നിങ്ങളെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ് കേട്ടാ. അടുത്തത് സൂറ 5:51.
സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. എന്തുകൊണ്ടാണ് ഈ 5:51 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? മുഹമ്മദിന് ഭയം ഉണ്ടായിരുന്നു. മുഹമ്മദിന് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ കാര്യങ്ങളൊക്കെ വഹിയാണെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയല്ലേ. ഈ ഖുറൈശികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവന്മാരിതൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ചു. അതുപോലെ മദീനയിലുള്ള അൻസാറുകളായിരിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ഒക്കെ കണ്ണടച്ച് വിശ്വസിച്ചു. പക്ഷേ യഹൂദനും ക്രിസ്ത്യാനിയും അങ്ങനെയല്ലല്ലോ. അവരുടെ കൈവശം വേദഗ്രന്ഥം ഇരിപ്പുണ്ട്. അപ്പൊ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതെന്നും പറഞ്ഞ് മുഹമ്മദ് മൂസയുടെ കഥ പറഞ്ഞാലും ഇബ്രാഹീമിന്റെ കഥ പറഞ്ഞാലും ഈസയുടെ കഥ പറഞ്ഞാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ കയ്യിലുള്ളതാണ് കേട്ടാ, അബ്രഹാമിനെ കുറിച്ചാണ്, ഇത് ദാവീദിനെ കുറിച്ചാണ്, ഇത് യേശുവിനെ കുറിച്ചാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോ യഹൂദനും ക്രിസ്ത്യാനും തിരുത്തി കൊടുക്കും. എടേ, നിന്റെ നബിയെ ആരോ പറ്റിച്ചതാടേ, ഏതോ മണ്ടം പറഞ്ഞു കൊടുത്തതൊക്കെ വഹിയാണെന്നും പറഞ്ഞ് ആ ചങ്ങായി നിങ്ങളെയും പറ്റിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യമായത് എന്താണെന്ന് ക്രിസ്ത്യാനി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ യഹൂദന്മാരെയും ക്രൈസ്തവരെയും ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, സ്നേഹിതന്മാരായി നിങ്ങൾ എടുക്കരുത്. ആരെങ്കിലും സ്നേഹിതന്മാരായി തീർന്നാൽ പിന്നെ അവൻ അവരിൽപ്പെട്ടവനാണ്, അവൻ പിന്നെ മുസ്ലിം അല്ല എന്ന് പറയുന്നത്. ശരിയാണ്, അവൻ അവരിൽപ്പെട്ടവനായി തീരും. അവൻ സത്യം മനസ്സിലായി കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് പോരും. മനസ്സിലായ? അവൻ ഇങ്ങോട്ടേക്ക് പോരും, അതറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് സൂറ 9:29. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആളുകൾ ഇത് യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകളാണ്. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിസിയ എന്നുകൊണ്ട് നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കാമെന്ന് പറയുന്നത് വരെ, രണ്ടാം തരം പൗരന്മാരായി മുസ്ലിങ്ങളുടെ കീഴിൽ ജീവിക്കാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ യുദ്ധം ചെയ്യേണ്ട, ജിസിയ വാങ്ങിയിട്ട് നിങ്ങൾ ജീവിച്ചോ. അതല്ല, അവർ ജിസിയ കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ, അവർ നിങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം, അവരെയൊക്കെ കൊന്നുകളയാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂറ 9:29. ഇനി അടുത്തത് സൂറ 5:14. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അല്ലാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അല്ലാഹു ആണെന്നാണ്. അത് സത്യമാണ്. ബൈബിൾ പറഞ്ഞത് പിശാചാണെന്നാണ്. സഹോദരന്മാർക്കിടയിൽ വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ പുറകിൽ പിശാചാണെന്ന് പറയുന്നു. ഇവിടെ അല്ലാഹു അത് അവകാശപ്പെടുകയാണ്, നാം ആണ് അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഒക്കെ ഇളക്കി വിട്ടതെന്ന്. ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു എന്ന പിശാച് തന്നെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അടുത്തത് സൂറ 4:89. അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിക്കുകയും അങ്ങനെ നിങ്ങളെല്ലാം ഒരുപോലെയായി തീരുകയും ചെയ്യാനാണ് അവർ കൊതിക്കുന്നത്. അതിനാൽ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം നാട് വിട്ടു വരുന്നതുവരെ അവരിൽ നിന്ന് നിങ്ങൾ മിത്രങ്ങളെ സ്വീകരിച്ചു പോകരുത്. എന്നാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ അവരെ പിടികൂടുകയും അവരെ കണ്ടുമുട്ടിയയിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക. അവരിൽ നിന്ന് യാതൊരു മിത്രത്തെയും സഹായിയെയും നിങ്ങൾ സ്വീകരിച്ചു പോകരുത്. സൂറ 4:89. അപ്പൊ ഇവിടെയും പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരുടെ നേരെ, അല്ലെങ്കിൽ മുസ്ലിം ആയി എന്ന് പറഞ്ഞിട്ടും ആ മുസ്ലിമിന്റെ അനുസരിച്ച് നടക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരുടെ നേരെ, അങ്ങനെയുള്ളവരുടെതൊക്കെ നേരെ എങ്ങനെ ഇടപെടണമെന്നാണ് പറയുന്നത്. അവരെ നിങ്ങൾ കണ്ടുമുട്ടിയടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തണം, പിടികൂടാൻ പറ്റുന്നിടത്തൊക്കെ വെച്ച് പിടികൂടുക, കൊല്ലുക. അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ വെറുതെ വിടരുത് എന്നൊക്കെയാണ് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് സൂറ 9:14. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കൈകളാൽ അല്ലാഹു അവരെ ശിക്ഷിക്കുകയും അവരെ അവൻ അപമാനിക്കുകയും അവർക്കെതിരിൽ നിങ്ങളെ അവൻ സഹായിക്കുകയും വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് അവൻ ശമനം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അമുസ്ലിങ്ങളായ ആൾക്കാർക്കെതിരെ യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കയ്യാലാണ് അല്ലാഹു അവരെ ശിക്ഷിക്കുന്നത്, എന്ന് വെച്ചാൽ കൊല്ലുന്നത്. നിങ്ങൾ കൊന്നു കഴിഞ്ഞത് അല്ലാഹു ആണ്, നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ലോകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെട്ട കലാപങ്ങൾക്കെല്ലാം കാരണം ഖുർആൻ ആണെന്ന് ഒരു ഇന്ത്യൻ കോടതി കണ്ടെത്തിയ ഖുർആനിലെ 24 ആയത്തുകൾ മാത്രമേ കോടതി പരിശോധിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ഹദീസുകൾ വേറെ കിടക്കുകയാണ്. ഇതിനേക്കാളും വിഷമമിപ്പിക്കുന്നതാണ് ഹദീസുകൾ. സ്വഹാബിമാരുടെയും ഖലീഫമാരുടെയും മാതൃകകളും പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഫത്വകൾ അതൊക്കെ വേറെ ഉണ്ട് കേട്ടാ. അവ എല്ലാം കൂടുതൽ ഡോസ് കൂടിയ വശങ്ങളാണ്.
ഖുറാനിൽ നിന്ന് ഹദീസിലേക്ക് വരുമ്പോൾ ഖുറാനിനേക്കാളും ഡോസ് കൂടിയ വിഷമാണ് ഹദീസിലുള്ളത്. ഹദീസിൽ നിന്ന് നമ്മൾ പിന്നെ അടുത്ത ഫത്വകളിലേക്ക് വരുമ്പോൾ അതിനേക്കാളും ഡോസാണ്. കാരണം ഇത് രണ്ടും കൂടി ഖുറാനും ഹദീസും കൂട്ടി ചേർത്ത് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫത്വ വരുന്നത്. അപ്പൊ ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള വിഷമാണ് അതിൽ വരുന്നത്. മതബോധമുള്ള മുസ്ലിങ്ങൾ അതൊക്കെ അനുസരിക്കാൻ നോക്കുന്നത് കൊണ്ടാണ് ലോകത്ത് മുസ്ലിങ്ങൾ എല്ലായിടത്തും മറ്റു മതക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിങ്ങളെ, ഇത് എന്നെ കേൾക്കുന്നതായ മുസ്ലിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ഹിന്ദുക്കളുമായി സിഖുകാരുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമാണ്. ബർമയിലും ശ്രീലങ്കയിലും ബുദ്ധിസ്റ്റുകളുമായിട്ട് പ്രശ്നമാണ്. ക്രിസ്ത്യാനികളുമായിട്ടും ഉണ്ട്. ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ബോംബ് വയ്ക്കും. ഈസ്റ്ററിനൊക്കെ പോയിട്ട് ബോംബ് വെച്ച് നമ്മൾ കണ്ടതാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും റഷ്യയിലും അർമേനിയയിലും ഒക്കെ ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം. ഇസ്രായേലിലേക്ക് വന്ന യഹൂദന്മാരുമായിട്ട് പ്രശ്നം. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും യമനിലും സൗദിയിലും ഇറാനിലും ടുണീഷ്യയിലും മുസ്ലിങ്ങൾ തമ്മി പ്രശ്നം. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവിടെ പ്രശ്നങ്ങളാണ്. ന്യൂനപക്ഷമാണെങ്കിൽ അവർ അമുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കും. ഭൂരിപക്ഷമാണെങ്കിൽ അവർ അമുസ്ലിങ്ങൾക്കെതിരെയും തമ്മിലും പ്രശ്നം ഉണ്ടാക്കും. ഇതാണ് അവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഖുർആനും ഹദീസുകളും എന്നാണ്. പ്രമാണത്തിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഒരിക്കലും അവസാനിക്കാത്തത്. ഈ പ്രശ്നം ഒരിക്കലും അവസാനിക്കാത്തത്. സാധാരണ മുസ്ലിങ്ങൾ അർത്ഥമറിയാത്ത അറബി ഭാഷയിൽ ഖുർആൻ ഓതുന്നതല്ലാതെ അർത്ഥമറിയാവുന്ന ഏതെങ്കിലും ഭാഷയിൽ അത് വായിച്ചിട്ട് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ കഴിയുകയുമില്ല. അവർ വെറും മുസ്ലിം നാമധാരികൾ മാത്രമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള സത്യം അറിയാവുന്ന ആളുകൾ അത് തുറന്നു പറഞ്ഞാൽ അവരെ ഇസ്ലാമോഫോബിയ ബാധിച്ചവരെന്നും വർഗീയവാദികളെന്നും ഈ മുസ്ലിം നാമധാരികൾ ചാപ്പ് കുത്തി ഒറ്റപ്പെടുത്തുന്നതാണ് സാധാരണയായിട്ട് നാം കണ്ടുവരുന്നത്. ഇതേ ടീമുകൾ തന്നെ. ഇസ്ലാമോഫോബിയ ബാധിച്ചവൻ, മുസ്ലിം ബിരുദൻ എന്നൊക്കെ പല രീതിയിലുള്ള ചാപ്പകളാണ്. അത്തരം ചാപ്പുകുത്തലുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളിക്കളയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ പറയുന്നത്. നിങ്ങൾ എത്ര ചാപ്പ അടിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ആ ചാപ്പയൊക്കെ എന്നെ സംബന്ധിച്ച് പൂമാല പോലെ ഞാനത് കഴുത്തിലിട്ട് നടക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ ഇസ്ലാമോഫോബിയ എന്നോ ക്രിസംഗിയെന്നോ സംഘിയെന്നോ വേറെ എന്ത് ചാപ്പ് വേണമെന്നും കുത്തിക്കോ, എനിക്കൊരു വിഷയമൊന്നുമല്ല. ഇതൊന്നും ഇസ്ലാമോഫോബിയ അല്ല. മനസ്സിലാക്കണം മുസ്ലിങ്ങൾ, ഇതൊന്നും ഇസ്ലാമോഫോബിയ അല്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ സത്യങ്ങൾ മാത്രമാണ്. വാസ്തവം പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അർത്ഥമറിയാത്ത അറബി ഭാഷയിൽ കിതാബ് ഓതി പോകുന്നതല്ലാതെ കിതാബിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അർത്ഥമറിഞ്ഞ് അത് വായിക്കുന്നവരല്ല 90% മുസ്ലിങ്ങളും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അന്യമതസ്ഥരുമായി ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ ആത്മാർത്ഥമായ സൗഹൃദം അവർ പുലർത്തുന്നുമുണ്ട്. 5 നേരമുള്ള നിസ്കാരത്തിലും കൊല്ലത്തിൽ 1 മാസമുള്ള നോമ്പെടുക്കുന്നതിലും അർത്ഥമറിയാതെ അറബിയിൽ ഖുർആൻ ഊതുന്നതിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു അവരുടെ മതവിശ്വാസം. അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് സഹതാപമേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ അർത്ഥമറിഞ്ഞ് പഠിക്കുന്നതോടെ സ്ഥിതി മാറുന്നു. പിന്നെ നാടും വീടും വിട്ട്, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വിട്ട്, കുടുംബക്കാരെ വിട്ട്, കൂട്ടുകാരെ വിട്ട് സമ്പൂർണ്ണ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നതായി അവർക്ക് ബോധ്യപ്പെടുന്ന രാജ്യത്ത് ചെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലാനും കൊല്ലപ്പെടാനും അവർ തയ്യാറാകുന്നു. അതാണ് നാം ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തില് മുസ്ലിങ്ങൾ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ജനതയാണ്. അസത്യമായ കാര്യങ്ങളെ സത്യമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പിശാച് അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള വഞ്ചനയിൽ കുടുങ്ങി അനേകർ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. മുസ്ലിങ്ങളെ, നിങ്ങൾ വലിയ കാര്യമായി വിചാരിക്കുന്ന നിങ്ങളുടെ മതപുസ്തകം ഖുർആൻ ഉണ്ടല്ലോ, അത് സമാധാനത്തിന്റെ പുസ്തകമല്ല. അതൊരിക്കലും സമാധാനം കൊണ്ടുവരികയുമില്ല. ഇന്നും ലോകമെമ്പാടും അനേകം നിരപരാധികളുടെ രക്തം ദിനം പ്രതി ഒഴുക്കുന്നതിന് മുസ്ലിം തീവ്രവാദികൾക്ക് ഊർജ്ജസ്രോതസ്സായി വർത്തിക്കുന്ന പുസ്തകമാണ് ഖുർആൻ. അമേരിക്കയിലും ജർമ്മനിയിലും ഫ്രാൻസിലും നൈജീരിയയിലും സിറിയയിലും ഇറാഖിലും യമനിലും നമ്മുടെ ഇന്ത്യയിലും അടക്കം ലോകമെമ്പാടും അനേകം നിരപരാധികളുടെ രക്തം ദിനം പ്രതി ഒഴുക്കുന്നതിന് മുസ്ലിം തീവ്രവാദികൾക്ക് ഊർജ്ജസ്രോതസ്സായി വർത്തിക്കുന്ന പുസ്തകമാണ് ഖുർആൻ. യഹൂദനെയും ക്രിസ്ത്യാനിയെയും ബഹുദൈവാരാധകനെയും മിത്രങ്ങളാക്കി വെക്കരുതെന്ന് അതിന്റെ അനുയായികൾക്ക് കൽപ്പന കൊടുത്തിട്ടുള്ള പുസ്തകമാണ് ഖുർആൻ. മുഹമ്മദിനെ എതിർക്കുന്നവരുടെ കയ്യും കാലും എതിർദിശകളിൽ നിന്നും മുറിച്ചു കളയണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള പുസ്തകമാണ് ഖുർആൻ. അമുസ്ലിങ്ങളുടെ പൗരാവകാശം നിഷേധിച്ചിട്ടുള്ള പുസ്തകമാണ് ഖുർആൻ. സമൂഹത്തിൽ അക്രമത്തിന് ബീജാവാപം ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഖുർആൻ.
ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാമുള്ള മനുഷ്യരെ മരുഭൂമിയിലെ വരണ്ടുണങ്ങിയ മതം തീർത്ത അടിമത്തത്തിന്റെ കുഴിമാടത്തിലേക്ക് വലിച്ചിട്ട് ഈ പുസ്തകം മൂടിക്കളഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാമുള്ള മനുഷ്യരുടെ സ്വതന്ത്ര ചിന്തയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ച് അത് അടക്കം ചെയ്തിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയുള്ള മനുഷ്യരുടെ ശാസ്ത്രബോധത്തെ 7-ാം നൂറ്റാണ്ടിലേക്ക് പുസ്തകം കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയുള്ള മനുഷ്യരുടെ യുക്തിബോധത്തെ ഈ പുസ്തകം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയുള്ള ജനതയുടെ ജനാധിപത്യ മോഹത്തെ ഈ പുസ്തകം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയുള്ള മനുഷ്യരെ അന്ധവിശ്വാസത്തിന്റെ അടിത്തട്ടിലമർത്താൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയുള്ള മനുഷ്യരിൽ അന്യോന്യ സംശയവും വിദ്വേഷവും ഉളവാക്കുവാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ എവിടെയെല്ലാം എത്തിയോ അവിടെയുള്ള മനുഷ്യർ എത്ര പരിഷ്കൃതരാണെങ്കിലും അവരെ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്ര സംസ്കാരത്തിലേക്ക് ഈ പുസ്തകം വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇറാന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സമ്പന്നമായ ഒരു ഭൂതകാലമുള്ള രാജ്യമാണ് ഇറാൻ. 4000 വർഷത്തെ ചരിത്രവും പാരമ്പര്യവും ആ രാജ്യത്തിനുണ്ട്. ഒരു കാലത്ത് ഇന്നത്തെ ഉത്തരേന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടുകിടന്നിരുന്നതായിരുന്നു പാർസി സാമ്രാജ്യം. എസ്തേറിന്റെ പുസ്തകത്തിൽ അതിര് പറയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ ആ പാർസി സാമ്രാജ്യത്തിന്റെ അതിര് നമ്മൾ കാണുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് വരെയുള്ള സമയത്ത്, അതായത് എന്റെ കുട്ടിക്കാലത്തൊക്കെ പേർഷ്യയിൽ പോയി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നായിരുന്നു അർത്ഥം. പേർഷ്യ എന്ന് പറയുന്നത് ഇറാനെയാണ്. പേർഷ്യ പോകുക എന്നാണ് പറഞ്ഞിരുന്നത്. ഗൾഫിൽ പോകുന്നതിനെ പോലും അക്കാലത്ത് പേർഷ്യയിൽ പോവുക എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഗൾഫിൽ പോകാന്ന് മാറ്റാൻ തുടങ്ങിയത്. അന്നത്തെ കാലത്ത് പേർഷ്യയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ആ രാജ്യം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്തല്ലേ അപകടത്തിൽപ്പെട്ട് അവരുടെ പ്രസിഡന്റ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട് മരിച്ച അവരുടെ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്നത് 60 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിലായിരുന്നു. അയാളുടെ പ്രായം 63 വയസ്സ്, ഹെലികോപ്റ്ററിന്റെ പ്രായം 60 വയസ്സ്. 60 കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ ആയിരുന്നു. ഇത് പറയുമ്പോ ഈ ന്യായീകരണക്കാർ വരും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണമാണ് ഹെലികോപ്റ്റർ വാങ്ങാൻ കഴിയാഞ്ഞത് എന്ന ന്യായീകരണമായിട്ട് വരും. അത്തരം ന്യായീകരണത്തിനൊന്നും യാതൊരു വിലയുമില്ല. കാരണം വാജ്പേയിയുടെ ഭരണകാലത്ത് 1998 ഇന്ത്യ പൊഖ്റാനിൽ ആണവ സ്ഫോടനം നടത്തിയപ്പോൾ ഇതേപോലെ ഉപരോധം ഇന്ത്യക്ക് നേരെയും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല സംഗതികളും വാങ്ങാൻ പറ്റില്ലായിരുന്നു. ആ ഉപരോധത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാര്, ISROയിലെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് ശൂന്യാകാശ ദൗത്യത്തിനുള്ള ക്രയോജനിക് എഞ്ചിൻ സ്വന്തമായി ഇവിടെ വികസിപ്പിച്ചെടുത്തത്. ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇവിടെ വികസിപ്പിച്ചെടുത്തു. ഏതായാലും ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ അത്രയൊന്നും സങ്കീർണതയില്ലല്ലോ ഹെലികോപ്റ്ററിന്റെ എഞ്ചിൻ ഉണ്ടാക്കാൻ. ഹെലികോപ്റ്ററിന്റെ എഞ്ചിൻ പോയിട്ട് അതിന്റെ പാർട്സ് പോലും ഉണ്ടാക്കാൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലുള്ള ഇറാന് സാധിച്ചില്ല. മനസ്സിലായ? കാരണം തലച്ചോറുള്ളവരൊക്കെ ഒന്നുകിൽ രാജ്യം വിട്ട് പുറത്തുപോയി. ബാക്കിയുള്ളവന്മാര് മതത്തിന് അടിയറ വെച്ചു, തലച്ചോറ് കൊണ്ടുപോയിട്ട് കിതാബിന് അടിയറ വെച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അവർക്ക്. ഖുമൈനിമാര് അവിടുത്തെ ജനങ്ങളെ 7-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ പുസ്തകം ഖുർആൻ എവിടേക്ക് എത്തിയോ അവിടെ ഉള്ളവരുടെ അവസ്ഥയാണിത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അതുകൊണ്ട് മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും അർത്ഥമറിയാത്ത അറബി ഭാഷയിൽ ഖുർആൻ ഓതുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുർആൻ വായിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ദൈവബോധമുണ്ട്. മനസാക്ഷിയിൽ കൂടി അത് വെളിവാകുന്നുമുണ്ട്. ആ മനസാക്ഷി അല്പമെങ്കിലും നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹു ദൈവമല്ല, പിശാച് ദൈവമാണെന്നും പറഞ്ഞു വന്നിരിക്കുന്നതാണെന്ന്. അള്ളാഹു എന്ന പിശാച് നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥമറിഞ്ഞ് ഖുർആൻ വായിക്കണം. ഹദീസുകളും കൂടി വായിക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അത് ബോണസാണ്. ചിന്താശേഷി എന്നൊരു സംഗതി നിങ്ങളിൽ മരുന്നിനെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ന പിശാചിനെ വിട്ട് സത്യദൈവത്തെ അപ്പം തന്നെ അന്വേഷിക്കാൻ തുടങ്ങും. അർത്ഥം അറിയുന്ന ഭാഷയിൽ നിങ്ങൾ ഖുർആൻ വായിച്ചു, അതിനുശേഷം ഹദീസും കൂടി വായിച്ചു കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞേ. അങ്ങനെ നിങ്ങൾ സത്യദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിളിൽ നിങ്ങൾ ആ സത്യദൈവത്തെ കണ്ടെത്തും. ബൈബിളിൽ നിങ്ങൾ കണ്ടെത്തും. കാരണം അത് സത്യദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിൽ നിങ്ങൾക്ക് സത്യദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഇതറിയാവുന്നത് കൊണ്ടാണ് പിശാച് ഖുർആനിൽ മുസ്ലിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ സ്നേഹിതന്മാരാക്കരുത് എന്ന്.
അതുകൊണ്ട് മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുക, അള്ളാഹു എന്ന പിശാചിനെ ഉപേക്ഷിക്കുക, എന്നിട്ട് സത്യദൈവമായ യേശു ക്രിസ്തുവിലേക്ക് വരിക. അങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തിയും സമാധാനവും കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.